ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഹക്കീം അന്ദലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അടുത്ത വ്യാഴാഴ്ചയാണ് അറഫ. അതിന് മുൻപുള്ള ഈ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അറമിൽ നിന്ന് ഹാജിമാർ ജുമാ നമസ്കാരം കഴിഞ്ഞ് അൽ-സിസിയിലേക്ക് മടങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ഹക്കീം അന്ദലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹാജിമാർ നല്ലവണ്ണം വെള്ളം കുടിക്കണം, അതുപോലെ മരുന്ന് ഭക്ഷണമൊക്കെ സമയങ്ങളിൽ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ എല്ലാവരും കൃത്യമായി ചെയ്യുക. മക്കയിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കണം. ഇപ്പോൾ KMCC പ്രവർത്തകർ ഹറമിൽ നിന്ന് വരുന്ന ജുമാ കഴിഞ്ഞ് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് വെള്ളമൊക്കെ എല്ലാവരും കുടിക്കണം. പിന്നെ അടുത്ത വ്യാഴാഴ്ചയാണ് അറഫ. അപ്പോൾ നാളെ ചൊവ്വാഴ്ച മുതൽ ഹാജിമാർ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. ഇപ്പോൾ ബസ്സൊക്കെ നിർത്തി അറമിലേക്കുള്ള, അപ്പോൾ എല്ലാവരും ഇബാദത്ത് ചെയ്തുകൊണ്ട് അസീസിയിൽ തന്നെയാണ് റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹാജിമാർ. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി മുതൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹാജിമാർക്ക് ചെരുപ്പ് നൽകുന്നു, വെള്ളം നൽകുന്നു. അങ്ങനെ KMCC പ്രവർത്തകരെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ക്ലോക്ക് ടവറിന് നേരെ ബാക്കിലുള്ള ബസ് പോയിൻ്റാണ്. ഇവിടെ നിന്നാണ് പിന്നെ ഗുദായിൽ നിന്ന് അസീസിലേക്ക്, അങ്ങനെയാണ് നേരെ തിരിച്ചുമാണ് അവരുടെ ബസ് റൂട്ടുകൾ. അതുപോലെ അജിയാദിൽ നിന്ന് മസ്കൂത്ത, അവിടെ നിന്ന് അസീസിയിലേക്ക്, അങ്ങനെ 2 റൂട്ടുകളാണ് ഇന്ത്യൻ ഹാജിമാർക്കുള്ള. അസീസിയിൽ നിന്ന് അറമിലേക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ. നാളെ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഹാജിമാർ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. ഇത് CG ആണ്, നമ്മുടെ കോൺസൽ ജനറലാണ്. അദ്ദേഹമാണ് ഹാജിമാർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ചൊവ്വാഴ്ച മുതൽ ഹാജിമാർ മീനായിലേക്ക് നീങ്ങും. ബുധനാഴ്ചയോടെ എല്ലാ ഹാജിമാരും മീനായിലെത്തും. അപ്പോൾ അറഫ സംഗമം വ്യാഴാഴ്ചയാണ്. കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ KMCCയുടെ ആപ്പ് ഉപയോഗിക്കാനും. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ KMCC ഹജ്ജ് ഗൈഡ് എന്ന ആപ്പ് ഉപയോഗിച്ച് അവരുടെ റൂമിലേക്ക് സ്വന്തമായി എത്താനും, റൂമുകളും അതുപോലെ അറഫ ICCയിലെ ബിൽഡിങ്, അതുപോലെ അറഫയിലെയും മീനയിലെയും ടെൻറ്റുകളുടെ അവരുടെ ലൊക്കേഷനൊക്കെ അതിലുണ്ട്. അതുപോലെ മെഡിക്കൽ പരമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും, പിന്നെ അങ്ങനെ വീൽ ചെയർ വിങ്, മറ്റ് എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലുകൾ, അടുത്തുള്ള ഹോസ്പിറ്റലുകൾ, പിന്നെ ആംബുലൻസ്, അങ്ങനെ എല്ലാ നമ്പറുകളും അതിലുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അറഫയിലും മീനയിലുമൊക്കെ സൗദി ഗവൺമെൻറ് അതിവിപുലമായ സൗകര്യങ്ങളാണ് ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബാത്റൂമുകളും അതുപോലെ ചൂട് കുറക്കാനുള്ള അറഫയിലെ പന്തലുകളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഒരുപാട് സജ്ജീകരണങ്ങളാണ് സൗദി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അറഫയിൽ ഒരു 10 മണി തൊട്ട് 4 മണി വരെ വെയിൽ കൊള്ളരുത് എന്നുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ നിർബന്ധമായി അവർ പറയുന്നുണ്ട്. കാരണം സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹാജിമാർക്ക്. അപ്പോൾ അതുകൊണ്ട് ടെൻറ്റിൽ തന്നെ കഴിച്ചുകൂടാനാണ് സൗദി ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ടെൻറ്റിൽ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകി അറഫയിൽ സംഗമം അതിൽ വെയിൽ കൊണ്ട് പുറത്ത് ഇറങ്ങരുതെന്നാണ്. കഠിനമായ ചൂടാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കുക. അതുപോലെ അതൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹക്കീം അന്ദലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റുകൾ, നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അറഫ സംഗമവും അതുപോലെ മീനായിലെ കല്ലെറിയാൻ പോകുന്നതും, ഹാജിമാർ കല്ലെറിയാൻ പോകുന്നതും, മീനായിലെ ടെൻറ്റുകളും മീനയിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും നമ്മുടെ
ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഹാജിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ലാസ്റ്റ് വെള്ളിയാഴ്ച ജുമേൻ്റെ ഹജ്ജിൻ്റെ മുന്നുള്ള അവസാന വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. എല്ലാ ഹാജിമാരും എല്ലാ രാഷ്ട്രത്തിൽ നിന്നുള്ള ഹാജിമാരും മക്കയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മദീനയിൽ നിന്നുള്ള ഹാജിമാരും എല്ലാം ഇവിടെ മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വ്യാഴാഴ്ചയാണ് ഹജ്ജ്. നമ്മുടെ എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും എല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഹാജിമാർ നമുക്ക് വേണ്ടിയും നമ്മളെ സബ്സ്ക്രൈബ് എല്ലാവരും പിന്നെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സേവനം ഇന്നത്തെ കഴിഞ്ഞ് ഖുദായിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള അജിയാദിലുള്ള വാളണ്ടിയേഴ്സ് മസ്കൂത്ത വഴി അങ്ങനെ അസീസിലേക്ക് വരും. ഇപ്പോൾ സമയം 3-3:30 മണിയായി. അപ്പോൾ ജുമ കഴിഞ്ഞ ഹാജിമാരെല്ലാം കയറ്റി അയച്ച അവസാന ബസ്സുകളിലാണ് ഞങ്ങൾ ഖുദായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5-2 കിലോമീറ്ററോളം ദൂരമാണ് ഹറമിൽ നിന്ന് ഖുദായിലേക്കുള്ളത്. അവിടേക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ ഈ ചെല്ലുന്നതാണ് ഖുദായി ബസ് സ്റ്റേഷന്. ഇവിടേക്ക് ഏത് ബസ്സിലും കയറാം ഹാജിമാർക്ക്. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഇതിലെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്. 24 മണിക്കൂറും ബസ്സുകൾ ഹാജിമാർക്ക് ഏത് സമയത്തും ഹറമിൽ പോകാനും വരാനുള്ള ബസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഖുദായി ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് ബസ് ഇറങ്ങി നേരെ അപ്പുറത്ത് കാണുന്ന ഇവിടെ ക്രോസ് ചെയ്താൽ ഇതായി അപ്പുറത്ത് കാണുന്നതാണ് പിന്നെ അസീസിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് ഹറമിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അസീസിലേക്കാണ് നമ്പർ നോക്കി കയറേണ്ടത്. അവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കുള്ള നമ്പർ നോക്കി ഹാജിമാർ കയറി അസീസിലേക്ക് അവരുടെ ബിൽഡിങ്ങിലെത്തുന്നു. അപ്പോൾ ഇതാണ് ഖുദായി ബസ് സ്റ്റേഷൻ. ഇവിടെ ബസ് ഇറങ്ങി നേരെ ക്രോസ് ചെയ്താൽ ഇപ്പുറത്തുള്ളതാണ് ഖുദായി ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ആയിരിക്കും. പിന്നെ ഇപ്പോൾ ബസ്സുകളൊക്കെ നിർത്തി. ഇനി എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അസീസിയയിൽ തന്നെയാണ് ഹാജിമാരെല്ലാം ഉള്ളത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങളെ ഹാജിമാരാരെങ്കിലും കാണുന്നുണ്ടോ എന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെയും ഇതുപോലെ വെള്ളം കൊടുക്കുന്നു, ചെരുപ്പ് കുടകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു ഹാജിമാർക്ക്. അപ്പോൾ ഇവിടെയും ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ ഞങ്ങളവിടെ നിന്ന് ക്ലോക്ക് ടവറിൻ്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞ് വരികയാണ്. ഇനി ഇവിടെ നിന്ന് അസീസിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇത്. അതുപോലെ വളണ്ടിയേഴ്സുകൾ ഒരുപാട് ഇവിടെയുണ്ട്. അപ്പോൾ നല്ല ചൂട് ഉള്ള സമയമാണ്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ചയാണ് അറഫ. ഹജ്ജിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജ് കിട്ടില്ല എന്നാണ്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച അറഫ, വെള്ളിയാഴ്ച വലിയ പെരുന്നാളുമാണ് സൗദിയിൽ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി കാണുന്നവർ ഹക്കീം അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. കമൻറ്റ് എഴുതിയതിനൊക്കെ ഒരുവിധമൊക്കെ ഞാൻ ലൈക്ക് ചെയ്തിരുന്നു. പിന്നെ ദുആ ചെയ്യാൻ പറഞ്ഞവരോടൊക്കെ ആമീനൊക്കെ പറഞ്ഞ് അത് കമൻറ്റ് കിട്ടുന്നതൊക്കെ സമയം കിട്ടിയതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത അറഫയിലെയും മീനായിലെയും ഒക്കെ വീഡിയോ അടുത്ത ആഴ്ചയിൽ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ കാണുന്നവർ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് എന്നാണ്. അതുപോലെ ഫേസ്ബുക്കിൽ ഹക്കീം പന്തല്ലൂർ, അബ്ദുൽ ഹക്കീം പന്തല്ലൂർ എന്നാണ്. അതെല്ലാം ഫോളോ ചെയ്യുക.